അവസരം ഇതൊക്കെ ചർച്ചകളിലൂടെ സാധ്യമാകുന്നതാണ്. ആ ചെറുപ്പക്കാരന് അങ്ങനെ ചർച്ച ചെയ്യാൻ ഒരു സംഘത്തെ കിട്ടിയില്ല, ഒരു സൗഹൃദം കിട്ടിയില്ല എന്നുള്ളതാണ് ഞാനിപ്പോ ആ വേദന അനുഭവിച്ചറിയാം. കാരണം ആ പ്ലാസ്റ്റിക് കവറിനകത്ത് മുഴുവൻ ചോര കുറച്ച് നിറഞ്ഞു കിടക്കുകയായിരുന്നു. എല്ലാ ധമനികളും പൊട്ടി, ശരീരം വെള്ളയായി. ഈ ഭീകരത നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ചെറിയ പ്രശ്നമായിരിക്കാം, വലിയ പ്രശ്നമായിരിക്കാം, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമായിരിക്കേയില്ല. എങ്കിലും അങ്ങനെ ഒരു ഒടുങ്ങലിലേക്ക് പോകാതെ ഒന്ന് വഴിതിരിച്ചു വിടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന വിചാരം, ജീവൻ നാളെ കാലത്ത് ഞാൻ ഉണർന്ന് സൂര്യോദയം കാണുമെന്ന് തീർച്ചയില്ലാത്ത, നിശ്ചയമില്ലാത്ത ഒരു സമൂഹത്തിന് ആ ആത്മവിശ്വാസം ഉണ്ടാകും. നാളെ കാലത്ത് ഞാൻ സൂര്യനെ വന്നിച്ചുണരും, അമ്മ മാതാവിനെ തൊട്ട് ചുംബിച്ച് കാൽപാദം സ്ഥാപിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം മതി ഇങ്ങനെയുള്ള അസംഭവ്യങ്ങൾക്കെതിരെ നമുക്ക് ചർച്ചയിലൂടെ ചില പരിഹാരങ്ങളും വഴിതിരിച്ചു വിടലും കാണുന്നത്. ദയവായിട്ട് 2 വാക്ക് എന്തായാലും പറയുക. സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഈ വാക്കുകൾ കേൾക്കുമ്പോഴും സുരേഷിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴും ഇതൊക്കെ വളരെ നൂതനമായ ഒരു ആശയമായിട്ട് നിങ്ങൾ കാണരുത്. ഇത് പണ്ട് മുതലേ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ചില സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണിത്, ശീലമാണത്. ഇപ്പോ സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ആത്മഹത്യയുടെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സുരേഷ് പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്. ആ ആത്മഹത്യക്ക് മുമ്പ് ഇവർക്ക് ആർക്കെങ്കിലും, നമ്മളോ അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് തലോടിയ, ഒരു നോട്ടം, ഒരു തലോടൽ മാത്രം മതി ആ ആത്മഹത്യക്ക് മാറ്റി കിട്ടാൻ പറ്റും. അപ്പൊ തന്നെ ഈ ജപ്തി ഉണ്ടല്ലോ, ജപ്തി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു മാരകമായ ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ബാങ്കിലേക്ക് ജപ്തി വരുമ്പോൾ ഇവര് ഈ മാന്യതയുടെ പേരിൽ അവർ ആരും ഒന്നും പറയില്ല. ഈ ഫാമിലി എല്ലാം അടക്കി ഒതുക്കി വീട്ടിലിരിക്കും. അവസാനം ഇവർ തീരുമാനിക്കാൻ അത് അടുത്ത വീട്ടുകാരോട് വരെ പറയാത്ത ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇതേപോലെ ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ അത് ചെയ്യൂ. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അടുത്ത് നിൽക്കുന്ന അടുത്ത ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. അതല്ല നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെയാണ്. കാരണം നമ്മൾ ആർക്കും ഇതിന് സമയം കിട്ടുന്നില്ല. അപ്പൊ അതിന് അല്പസമയം നമ്മുടെ അയൽവക്കത്തെ പ്രശ്നങ്ങളെ പറ്റി നമ്മളൊന്ന് ബോധവാന്മാരായി അവിടെ പോയി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കി ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഇവിടെ മായ്ച്ചെടുക്കാൻ കഴിയും. അത് സുരേഷിന്റെ ഈ അതായത് ഭയങ്കരമായ ഒരു നൂതനമായ ഒരു റെവല്യൂഷണറി സ്റ്റെപ്പാണ് സുരേഷ് ഗോപി എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഒപ്പമുണ്ടാവും. വേറെ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ വാദിക്കും. അത് ഞാൻ വാക്ക് തരികയാണ്. ഇങ്ങനെ കേരളത്തിൽ ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ മൂലകളിലും ഇത് സംഘടിപ്പിക്കണം. ഇതൊരു കൂട്ടായ്മയാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അല്ലാതെ ഒരു മനുഷ്യൻ, അതായത് ശ്രീനാരായണ ഗുരുദേവ് പറഞ്ഞ പോലെ തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യൻ നന്നായി മതിയല്ലോ, മതം എന്തിനു നമ്മൾ നോക്കണം. അപ്പൊ ആ ഒരു ആശയം തന്നെയാണ് ഇവിടെ പറയുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. എന്തായാലും എല്ലാ വിജയവും സുരേഷിന്റെ ഈ ഇനീഷ്യേറ്റീവിനെ ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു, ഹാർദമായി സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഒപ്പമുണ്ടാവും. ജയ് ഹിന്ദ്.